സോ ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇതെൻ്റെ ഒരു കന്നി വീഡിയോ ആണ്. കാരണം വോയിസ് ഓവറൊക്കെ ചെയ്തിട്ടുള്ള ആദ്യത്തെ ഒരു വീഡിയോ ആണ്. ഇതിനു മുമ്പ് 2-3 വീഡിയോ ഇട്ടിട്ടുണ്ട്. അതായത് വീഡിയോ ഒക്കെ ഇടണമെന്ന് കുറേ നാൾ മുമ്പൊക്കെ ആലോചിച്ചിരുന്നൊക്കെ, പിന്നെ ഒരു മടിയും പിന്നെ ഒരു കോൺഫിഡൻസ് കുറവൊക്കെ ഉണ്ടായിരുന്നു ഇടാതിരുന്നത്. ഇപ്പോൾ പിന്നെ എന്തുവായാലും രണ്ടും കൽപ്പിച്ച് തുടങ്ങാമെന്ന് വിചാരിച്ച്. അപ്പം എല്ലാവരും വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഗായ്സ്, നമുക്കെന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ പ്രത്യേകിച്ച് അങ്ങനൊരു വീഡിയോ ആയിട്ടല്ല, എന്തായാലും ഫസ്റ്റ് ഒരു വീഡിയോ. എന്തായാലും ഞാൻ BGMയിലും ഒരു ബിഗിനറാണ്, യൂട്യൂബിലും ഒരു ബിഗിനറാണ്. അപ്പം എന്തായാലും എങ്ങനെയായാലും ഒന്ന് ജസ്റ്റ് എല്ലാം ഒന്ന് പഠിച്ചും എങ്ങനെയൊക്കെ ഇതൊക്കെ ചെയ്ത് എടുക്കേണ്ടതെന്നൊക്കെ ഒന്ന് പഠിച്ചൊരു സമയം എടുക്കും. സോ അതിൻ്റെയൊക്കെ ആയിട്ടുള്ള കുറേ മിസ്റ്റേക്സും കുറേ തെറ്റുകളും കുറവുകളും ഒക്കെ കാണും. എല്ലാം ഒന്ന് നിങ്ങളൊന്ന് ക്ഷമിക്കുക. അപ്പം ഗായ്സ്, നമുക്കെന്തൊരു വീഡിയോയിലോട്ട് കിടക്കാം. ഇത് ഒരു എന്താ പറയുക, എല്ലാവരും ട്രെയിനിങ്ങിന് വേണ്ടി ചെല്ലുന്നത് ഭയങ്കരമായിട്ട് പ്രാക്ടീസൊക്കെ ചെയ്ത് അങ്ങനെ സെറ്റാവാറുണ്ട്. പക്ഷേ ഞാൻ എന്തായാലും എങ്ങനെ വലിയ ട്രെയിനിങ്ങിന് വേണ്ടി വരുന്നത് വേറെ ഒന്നുമല്ല. ഇതിൻ്റെ അകത്ത് കുറേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട് ഗായ്സ്. അതായത് നിങ്ങളൊക്കെ ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല, നമുക്കിതിനകത്ത് ഇഷ്ടം പോലെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതായത് ഈ ഒരു മാപ്പിനകത്ത് നമുക്ക് കുറേ അടിപൊളി കാര്യങ്ങൾ ഇഷ്ടം പോലെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഗായ്സ്, ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് വേറെ ഒന്നുമല്ല, ഒരു ചെറിയ ഓഫ് റോഡിങ് പോലത്തെ ഒരു ചെറിയ സംഭവമാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഗായ്സ്, നമുക്കതൊരു വീഡിയോയിലോട്ട് കിടക്കാം. സോ ഗായ്സ്, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ജസ്റ്റ് എന്തായാലും ഞാനിവിടെ വന്നു കഴിഞ്ഞാൽ എപ്പോഴും ചെയ്യാറുള്ളത് ഇതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജസ്റ്റ് ഇതുപോലെ ഏതെങ്കിലുമൊക്കെ വണ്ടി എടുത്തിട്ട് ചുമ്മാ ഇവിടെ ഡ്രിഫ്റ്റ് ചെയ്ത് കളിക്കും. അതായത് ഇങ്ങനെ ഇവിടെ വരിക, ചുമ്മാ നമ്മൾ മറ്റേ ഫുൾ മാപ്പിലൊക്കെ കളിക്കുന്ന സമയത്ത് കുറേ എണ്ണം കിടന്ന് ഡ്രിഫ്റ്റ് ചെയ്ത് കിടന്നുണ്ട്. അങ്ങനെ കാണുന്ന സമയത്ത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഞാനിട്ട് കറക്കുമ്പോൾ ചുമ്മാ വണ്ടി കിടന്ന് കറങ്ങുക, അല്ലെ വേറെ വല്ലതും പോകാൻ, മരത്തിലിടിക്കുക, കല്ലിടിക്കുക, അതുപോലെ കുറേ പ്രശ്നം ഉണ്ടാകുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് എന്തായാലും ജസ്റ്റ് ചുമ്മാ പഠിക്കുക, നല്ല രസമല്ലേ ഇതൊക്കെ ചെയ്തിട്ട് ഫുൾ മാപ്പിലായാലും ഇവിടെ ആയാലും കളിക്കാൻ. പിന്നെ വേറൊരു ഗുണമുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലായിരുന്നു ഇവിടെ കുറേ പരിപാടി ചെയ്യാമെന്ന്. വേറുള്ളൊരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവരുമായിട്ട് ഇവിടെ വന്നിട്ട് നമുക്കൊരു ഡ്രിഫ്റ്റ് റേസ് അതുപോലുള്ള സംഭവങ്ങളൊക്കെ ഇഷ്ടംപോലെ ഫണ്ണായിട്ട് നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റും. സോ ഗൈസ്, അതാണ് ഞാൻ പറഞ്ഞത്. ഈ ട്രെയിനിങ് ഗ്രൗണ്ടിൽ ഇത് നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും, പക്ഷേ ജസ്റ്റ് ഞാനിങ്ങനെ ആരും കിട്ടുന്ന കണ്ടിട്ടില്ല. അതായത് ഇത് വലിയ പ്രോ പ്ലേയേഴ്സിൻ്റെ കൂട്ടം, അല്ലെങ്കിൽ വലിയ പ്രോക്കളുടെ കൂട്ടൊന്നും കളിക്കുന്ന ഒരാളൊന്നും അല്ല ഞാനും ഫസ്റ്റ് ഒരു ബിഗിനറാണ് BGMയിൽ. അപ്പം ഞാൻ ഈ കണ്ടന്റ് ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സ്കിൽസോ സംഭവമൊന്നും അല്ല, ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസിനുള്ളൊരു വീഡിയോ പോലാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു രീതിയിൽ നിങ്ങൾ കാണുക. അപ്പോൾ ഗായ്സ്, നമുക്കെന്തൊരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇതുവരെ സ്റ്റാർട്ട് ചെയ്തില്ലയോ ഇതൊന്നുമല്ല, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഓഫ് റോഡിലോട്ട് പോവാം. അപ്പം നമുക്കെന്തായാലും ഓഫ് റോഡിലോട്ട് പോവാം. സോ ഗായ്സ്, എന്തായാലും ഞാനൊന്ന് വണ്ടിയും ചെറുതായിട്ട് മാറ്റിയിട്ടുണ്ട്. കാരണം ബഗ്ഗിക്കകത്ത് അത്ര ഒരു ഫീല് കിട്ടത്തില്ല എന്ന് തോന്നി. എന്നാലും ഫീലുണ്ട്, ബട്ട് മോൺസ്റ്റർ ട്രക്ക് കുറച്ചുകൂടെ ഒരു രസം തോന്നുന്നുണ്ട്. അതാണ് ഞാൻ മോൺസ്റ്റർ ട്രക്ക് വീണ്ടും പോയി എടുത്തത്. അപ്പോൾ ഗായ്സ്, നമുക്കെന്തൊരു ഇത് നിങ്ങളിതൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കണം. ട്രെയിനിങ് ഗ്രൗണ്ടിൽ പോയിട്ട് ഇതുപോലെ ഈ മാപ്പിൻ്റെ ഈ ഒരു കുന്ന് പോലെ ഈ സംഭവങ്ങളിലെല്ലാം ഇങ്ങനെ കയറ്റി ഈ വണ്ടി ഒന്ന് ഓടിച്ചു നോക്കുമ്പോൾ എനിക്കുറപ്പുണ്ട്, ഒരു കാർ ഡ്രൈവിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു എക്സ്പീരിയൻസ് മിസ്സാക്കരുത്. നിങ്ങൾ എന്തുപോലും പോയിട്ടും ചെയ്ത് നോക്കണം. ഞാൻ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ TPP ഇടുന്നതിനേക്കാളിലും FPP ഇട്ടൊന്ന് ഓടിക്കണം. ഞാൻ ഇപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് എന്തൊരു FPP ഇട്ടൊന്ന് ഓടിക്കുന്നുണ്ട്, അതൊന്ന് കണ്ടു നോക്ക് നിങ്ങൾ. എനിക്കത് കിട്ടിയൊരു എക്സ്പീരിയൻസ് ഭയങ്കര കിടിലമായിരുന്നു. നിങ്ങൾ എന്തായാലും ജസ്റ്റ് ഒന്ന് ഓടിച്ച് ട്രൈ ചെയ്ത് നോക്കണേ. നേരെ ഗൈസ്, നമുക്ക് ഇട്ട് നോക്കുന്നത് ഓടിക്കാം. FPPയേക്കാളും നല്ല FPP അല്ലേ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇവിടെ നമുക്കൊന്ന് കണ്ടു നോക്കണേ. എന്തൊരു ഫീലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജസ്റ്റ് നിങ്ങൾ ഡ്രൈവ് ചെയ്ത് നോക്കണം. അതിനകത്ത് നമുക്ക് ആ ഒരു ഫീല്, നമുക്ക് ഒരു ഓഫ് റോഡ് പോകുന്നൊരു ഫീല് കിട്ടുമെന്നൊന്നും ഞാനങ്ങനെ അത് പറയത്തൊന്നുമില്ല. ഞാൻ ചോദിച്ചാൽ അത് പറഞ്ഞാൽ നിങ്ങളെന്നെ വിളിക്കും കള്ളാത്, സംഭവം അതൊന്നുമല്ല. പക്ഷേ ഇതിനൊരു പ്രത്യേക വൈബുണ്ട് ഗായ്സ്, ഇതിനൊരു പ്രത്യേക വൈബുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഈ സംഭവം അവിടെ ഒന്ന് ഓടിച്ചു നോക്കണം. ഇതുപോലെ ഒന്ന് FPP ഇട്ടിട്ട് ഇതുപോലെ മലയും കുന്നു നോക്കി ഇവിടെ ഈ ട്രെയിനിങ് ഗ്രൗണ്ടിൽ വന്നിട്ട് ആ ഒരു നമ്മുടെ ചുറ്റിനും മലകളല്ലേ, ആ ഒരു മലയിൽ പോയിട്ട് ഇതുപോലെ ഒന്ന് ഓടിച്ചു നോക്കണം. എന്ത് രസം അറിയാമോ. നിങ്ങൾ എന്ത് ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ഇത് കാണുമ്പോൾ അത്ര നിങ്ങൾക്ക് കാണുമ്പോൾ എത്ര ഫീൽ കിട്ടുമെന്ന് അറിയത്തില്ല, ബട്ട് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഭയങ്കര കിടിലമാണ്. ഭയങ്കര കിടിലമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര അടിപൊളിയാണ്. സോ നിങ്ങൾ എന്തായാലും ജസ്റ്റ് ഇതൊന്ന് കണ്ടു നോക്കുക. ഞാൻ പിന്നെ എനിക്കിവിടെ
നമ്മുടെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BGMI കളിക്കുന്ന ആൾക്കാർ ഭയങ്കര കുറവാണ്. എല്ലാവരും ഫ്രീ ഫയർ. ഞാനും ഒരു ഫ്രീ ഫയർ പ്ലെയറാണ്. അതിൽ നിന്ന് ഞാൻ BGMIയിലോട്ട് ഇപ്പം അങ്ങോട്ട് എന്താ പറയുക സ്വിച്ച് ചെയ്തതേ ഉള്ളൂ. BGMIയിൽ നിന്ന് അല്ല, ഫ്രീ ഫയറിൽ നിന്ന് BGMIയിലോട്ട് ഇപ്പം ഞാൻ വന്നിട്ടേ ഉള്ളൂ. അതിൻ്റെ കുറേ കാര്യങ്ങളുണ്ട്. മീൻസ് ഫ്രീ ഫയർ ചെയ്യുന്ന മിക്ക കാര്യങ്ങളും ഇതിനകത്ത് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഇതിനകത്തിൽ കുറേ സെറ്റിങ്സ് ഞാൻ അഡാപ്റ്റീവായി വരാനുണ്ട്. പിന്നെയും ഞാൻ ഫുള്ള് ഗ്രൈൻഡിങ് ആണ് ഗൈസ്. മീൻസ് വെടി വെക്കത്തില്ല എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. ഇതിനകത്ത് മീൻസ് കയറിയിട്ട് ട്രെയിനിങ് ഗ്രൗണ്ടിൽ കയറിയിട്ട് ഫയറിംഗ് ഒന്നും പ്രാക്ടീസ് ചെയ്യത്തില്ലെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ട്രെയിനിങ് ഗ്രൗണ്ടിൽ വന്നു കഴിഞ്ഞാൽ കൂടുതലും ചെയ്യാറ്. മീൻസ് ഇപ്പോൾ ഞാൻ കൂടുതൽ എൻ്റെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 മണിക്കൂർ, ഞാൻ 1.5 മണിക്കൂറൊക്കെ ഞാൻ ട്രെയിനിങ് ഇരിക്കും. അതിനകത്ത് ഒരു അരമണിക്കൂർ 3/4 മണിക്കൂറൊക്കെ ചിലപ്പം ഫയറിങ് തന്നെ ആയിരിക്കും, പ്രാക്ടീസിങ് ആയിരിക്കും. ബട്ട് ബാക്കിയുള്ള ഫുൾ ടൈം ഞാൻ ഇതുപോലെ വണ്ടി ഓടിച്ച് നടക്കുക, റേസ് ചെയ്യുക, ഡ്രാഗ് ചെയ്യുക, ഇതൊക്കെയാണ് അവിടെ പരിപാടി. അപ്പോൾ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടെ കളിക്കാനൊന്നും ആരുമില്ല. അപ്പം ഒറ്റയ്ക്ക് തന്നെ എന്തെങ്കിലുമൊക്കെ മാച്ച് സ്റ്റാർട്ട് ചെയ്ത് പോവുക, അല്ലെങ്കിൽ ഇതുപോലെ ട്രെയിനിങ് ചെയ്യുക, ഇങ്ങനെ കുത്തിയിരിക്കുക. ഇത് തന്നെ അങ്ങനെ ഇരുന്നപ്പോഴാണ് വിചാരിച്ച് എനിക്കിങ്ങനെ വളവളാതെ സംസാരിച്ചുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര എന്തൊക്കെയോ പോലാണ്, എനിക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കണം. അപ്പം അങ്ങനെ ഇരുന്ന സമയത്താണ് ഞാൻ ഇതുപോലെ വിചാരിച്ച് വീഡിയോ ഒക്കെ ഇടാമെന്ന്. പണ്ട് ഞാൻ കാരക് സ്ട്രീറ്റൊക്കെ കളിക്കുമായിരുന്നു. അപ്പോൾ അതിനകത്ത് ചെയ്യുമ്പോഴായാലും എല്ലാത്തിനകത്തും ഇങ്ങനെ ഒറ്റയ്ക്കാണ് കേസ് കളിക്കുന്നത്. എല്ലാവരും ഈ ഫ്രീ ഫയർ ഒക്കെ കളിക്കുവാണെങ്കിൽ, അങ്ങനെയൊക്കെ ആണെങ്കിൽ ഞാൻ കൂടുതലും ടൈം ഞാൻ കയറുന്ന സമയത്ത് വേറെ ആരും കാണില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ പിന്നെ ഇങ്ങനെ ഒറ്റയ്ക്കിട്ട് സംസാരിക്കണ്ട, ജസ്റ്റ് വീഡിയോ ആയിട്ട് ഇടാമെന്ന് ഞാൻ വിചാരിച്ച്. ഇത് ഭയങ്കര ഒരുപാട് സംസാരിക്കുന്നിട്ട് ഓവറാകത്ത് പറയല്ലേ. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെയാണ്, മീൻസ് ഫേക്കായിട്ട് നമുക്ക് ഇരിക്കേണ്ട ആവശ്യമില്ല. അപ്പം ഞാനെങ്ങനെയാണ് ആ ഒരു രീതിയിലായിരിക്കും വീഡിയോസിനകത്ത് നിങ്ങളും എന്നെ കാണാൻ പോകുന്നത്. സോ എന്താണ് പറയുക, ഇതൊരു ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് ഒരുപാട് കുഴപ്പങ്ങൾ കാണും. അതുകൊണ്ട് എല്ലാം നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു വീഡിയോ എൻജോയ് ചെയ്തൊന്ന് കണ്ടു നോക്കാം. സോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബും ചെയ്ത് ലൈക്കും ചെയ്ത് ഒന്ന് ഷെയറോട് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവരും കൂടെ കടമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഗൈസ്, ഈ ഒരു ഇതുപോലത്തെ ഒരു വീഡിയോസൊക്കെ ആയിരിക്കത്തില്ല വരിക. മോസ്റ്റ്ലി ഞാൻ കൂടുതലും എൻ്റർടൈൻ ചെയ്യിക്കാൻ ഞാൻ നോക്കും. മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്നത്ര ഞാൻ എഫോർട്ട് ഇട്ട് നിങ്ങളെ എൻ്റർടൈൻ ചെയ്യാൻ നോക്കും. സോ ഗൈസ്, ഇനിയുള്ള വീഡിയോസ് എല്ലാം അത്ര കിടിലമായിരിക്കും എന്ന് പറയാൻ പറ്റില്ല, ബട്ട് ഇമ്പ്രൂവ് ആയി വരും ഗൈസ്. ഞാൻ എന്തുമായാലും നല്ല നല്ല കണ്ടിട്ട് കൊണ്ടുവന്നിരിക്കും. അപ്പോൾ ഗൈസ്, അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ ഗൈസ്. ബൈ.